ഭഗവാന്റെ കഥകൾ കേട്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ ഇതാ നിങ്ങൾക്കായി ഒരു ഭഗവാന്റെ അധികം ആരും കേട്ടുകേൾവിയില്ലാത്ത ഒരു കഥ. ഭഗവാൻ നാരായണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സന്തത സഹചാരിയാണ് ഭഗവാന്റെ കയ്യിലുള്ള പത്മം. അറിയാലോ അല്ലേ? ശംഖുചക്ര ഗദാപത്മം. ഒരിക്കൽ ഈ താമര ബ്രഹ്മലോകത്തിലെത്തി ബ്രഹ്മാവിനെ നമിച്ചു. എന്താണ് നിനക്കൊരു ദുഃഖം? സൃഷ്ടികർത്താവ് താമരയോട് ചോദിച്ചു. ബ്രഹ്മദേവ, എല്ലാ ഐശ്വര്യങ്ങളും തികഞ്ഞ വൈകുണ്ഠത്തിലാണ് എൻ്റെ വാസം. ശ്രീഹരിയോടൊപ്പം വാഴാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. എന്നാൽ ഇപ്പോൾ ഭഗവാൻ ശ്രീരാമ അവതാരം എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇത്തവണ ഭഗവത് തൽപ്പമായ അനന്തനും ശംഖും ചക്രവും മാത്രമല്ല, ഭഗവാന്റെ പാദുകം പോലും ഭഗവാന്റെ അവതാരത്തിൽ സേവിക്കാൻ ഭൂമിയിലേക്ക് പോവുകയാണ്. ഭഗവാൻ എന്നെ മാത്രം മറന്നു. ഞാൻ മാത്രം ഈ ഏകാന്തതയിൽ എത്ര കാലം കഴിയണം? താമര പൊട്ടിക്കരഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ നാരായണമൂർത്തി ഇതിനകം എത്ര അവതാരങ്ങൾ എടുത്തിരിക്കുന്നു! മത്സ്യം മുതൽ പരശുരാമൻ വരെ എത്രയെത്ര അവതാരങ്ങൾ! ലോകരക്ഷയ്ക്കായി ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ആദ്യമായിട്ടൊന്നല്ലല്ലോ? ബ്രഹ്മദേവൻ താമരയോട് ചോദിച്ചു. അതെ, ശരിയാണ്. ഭഗവാൻ അവതാരമെടുക്കുമ്പോൾ അമ്മ ലക്ഷ്മി ദേവിയും അനന്തനും ശംഖും ചക്രവും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകും. ഞങ്ങളെല്ലാവരും ഭഗവത് ലീലകൾ പറഞ്ഞ് ഭഗവത് സ്മരണയോടെ ഭഗവാന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കും. ഇപ്പോൾ ഞാൻ മാത്രം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. ഇത്തവണ ശ്രീഹരി മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത് ദശരഥപുത്രനായിട്ടാണ്. ലോകരക്ഷയ്ക്കായി രാവണനെ നിഗ്രഹിക്കണം. അതിന് കാരണഭൂതയായി ദേവി ജനകപുത്രിയായും അവതരിക്കും. അനന്തൻ അവർക്ക് രക്ഷയേകി ലക്ഷ്മണനായും അവതരിക്കും. മഹാദേവന്റെ കടുത്ത ഭക്തനാണ് രാവണൻ. അവനെ വധിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബ്രഹ്മദേവൻ കമലത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഭഗവാനൊപ്പം ശംഖും ചക്രവും ഭൂമിയിലെത്തുന്നു. രാമസിംഹാസനത്തെ 14 വർഷം അലങ്കരിക്കുക അദ്ദേഹത്തിൻ്റെ പാദുകമാണ്. എനിക്ക് മാത്രം ഭഗവാനെ സേവിക്കാനുള്ള ഭാഗ്യമില്ല അല്ലേ? താമര വിതുമ്പിക്കരഞ്ഞു. പത്മത്തിൻ്റെ വേദന കേട്ട ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാമനോടൊപ്പം അവതാരം കൊള്ളുവാൻ നിനക്ക് സ്ഥലമില്ല. എന്നാൽ രാമ അവതാരത്തിൽ ഭഗവാനെ സേവിക്കുവാൻ നിനക്ക് ഞാനൊരവസരം നൽകാം. രാവണ സഹോദരനായി നീ ജന്മമെടുക്കും. ഭഗവാനെ എന്നെന്നും സേവിക്കാനുള്ള ഒരു ജന്മമാണ് എനിക്ക് വേണ്ടത് എന്ന് താമരയും പറഞ്ഞു. വിഷമിക്കേണ്ട, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും. കേകസിപുത്രനായി രാവണ സഹോദരനായ വിഭീഷണനായി നീ ജനിക്കും. രാവണ കുംഭകർണ നിഗ്രഹത്തിനായി നീ രാമന് മാർഗനിർദ്ദേശം നൽകും. സ്വന്തം സഹോദരനായി രാമലക്ഷ്മണന്മാർ നിന്നെ സ്വീകരിക്കും. ഭൂമിയിലേക്ക് പോകുവാൻ തയ്യാറാകുക. ശ്രീരാമസ്മരണ നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ഭഗവാന്റെ അലങ്കാരമായ പത്മം ഭൂമിയിൽ വിഭീഷണനായി അവതരിച്ചു. ഈ കാര്യം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുണ്യം കർക്കിടക എന്ന ഒരു സീരീസ് ഇന്നത്തെ അവസാന ഭാഗമാണ് ഇത്. അപ്പോൾ ഇതുവരെ നമ്മുടെ സീരീസുകളൊന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പുണ്യം കർക്കിടകം എല്ലാ പാർട്ടും ഒന്ന് പോയി കാണൂ എന്ന് റിക്വസ്റ്റാണ്. അതേപോലെ തന്നെ ചിങ്ങമാസം തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം വേറൊരു സീരീസായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിവോഷണൽ കണ്ടൻറ്റുള്ള കൂടുതൽ കഥകളും അതേപോലെ തന്നെ അമ്പലങ്ങളും എല്ലാം അതിൻ്റെ കുറേ വീഡിയോസും എല്ലാം കാണാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്താനും മറക്കരുത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.